1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളുടെ കണക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 44 നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകി കായലുകളിലോ കടലിലോ ചെന്നെത്തുന്നവയാണ് 41 എണ്ണം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളെപ്പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. നദികൾ കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളും ഏത് നദിയുടെ പോഷക നദികളാണ്? കാവേരി നദി. കബനി നദിയുടെ നീളം 57 കിലോമീറ്റർ. കബനി നദിയുടെ ഉത്ഭവം തൊണ്ടാർമുടി, വയനാട് ജില്ല. കബനി നദിയുടെ പതനം കാവേരി നദി. കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി നദി. കബനി നദി ഒഴുകുന്ന ജില്ല വയനാട്. പ്രാചീന കാലത്ത് കപില എന്നറിയപ്പെട്ടിരുന്ന നദി കബനി. കബനി നദിയുടെ പോഷക നദികൾ പനമരം, നൂൽപ്പുഴ. വയനാട് ജില്ലയിൽ നിന്ന് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം കർണാടകയിലെ നാഗർഹോൾ. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കബനി. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി. കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വെള്ളച്ചാട്ടം സൂചിപ്പാറ വെള്ളച്ചാട്ടം. അടുത്തത് ഭവാനി നദിയുടെ നീളം 38 കിലോമീറ്റർ. ഭവാനി നദിയുടെ ഉത്ഭവം കേരള തമിഴ്നാട് അതിർത്തിയിലെ നീലഗിരി കുന്നുകളിൽ. ഭവാനി നദിയുടെ പതനം കാവേരി നദി. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട്. ഭവാനി നദിയുടെ പോഷക നദി ശിരുവാണി. ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം കൽക്കണ്ടിയൂർ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനി നദി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഭവാനി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണി. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനായി നിർമ്മിച്ച അണക്കെട്ട് ശിരുവാണി അണക്കെട്ട്. അടുത്തത് പാമ്പാർ നദിയുടെ നീളം 25 കിലോമീറ്റർ. പാമ്പാർ നദിയുടെ ഉത്ഭവം ഇടുക്കി ജില്ലയിലെ ആനമുടി. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി പാമ്പാർ. ഉത്ഭവസ്ഥാനത്ത് പാമ്പാർ അറിയപ്പെടുന്നത് എങ്ങനെ? തലയാർ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാർ നദി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ നദി. മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. താങ്ക് യു.